ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറി കൃഷികളെ പരിചയപ്പെടുത്തുവാണേ. ആദ്യം തന്നെ ഈ കാണുന്നത് കോവലാണ്, പിന്നെ ചീരയുണ്ട്, നമുക്ക് ചുമന്ന ചീര, പിന്നെ പയറാണ്. ഇത് നമ്മൾ നട്ടിട്ടധികമൊന്നും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. 5-6 പയറൊക്കെ അവിടെ നിൽപ്പുണ്ട്, അത് നമുക്കിങ്ങ് പറിച്ചെടുക്കാം. അതുകൊണ്ട് അതിൽ മൊത്തം വിസറാണ്. ഈ ടൈപ്പ് ഉറുമ്പിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വിസറെന്ന് പറയും. 5-6 ഉണ്ട്, അതിന് പറിച്ചെടുത്ത്. അടുത്തത് മുളകാണേ. നമ്മുടെ നാട്ടിൽ ഇതിനെ ഉടങ്കൊല്ലി മുളക് എന്നൊക്കെ പറയും. പിന്നെ നല്ല നീല കളറ് മറ്റേ ഉണ്ടമുളകാണ്, അതിങ്ങ് പറിച്ചെടുത്തു. അടുത്തത് ഇവിടെ തന്നെ 3-4 ടൈപ്പ് മുളകുണ്ട്. പിന്നെ ഇത് നമ്മുടെ പച്ചക്കറിയുടെ കൂടെയൊക്കെ കിട്ടുന്ന ടൈപ്പ് പച്ചമുളകാണ്, നീളം പച്ചമുളക്. അത് നമ്മളിങ്ങ് പൊട്ടിച്ചെടുത്തു. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ തക്കാളിയാണേ. അതായി വരുന്നതേ ഉള്ളൂ, 1-2 എണ്ണം ആയിട്ടുണ്ട്. അതിനെയും പഴുക്കണം. ഇപ്പം ആയിട്ടില്ല, നമുക്ക് പഴുത്തിട്ട് പറിക്കാവേ അത്. അടുത്തത് വീണ്ടും പയറാണ്. അതിന് സപ്പോർട്ടായിട്ടൊരു കൊമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിനകത്തോട്ടാണ് പടർന്ന് കയറിയിരിക്കുന്നത്. പിന്നെ അങ്ങിങ്ങായിട്ട് കുറച്ച് ചീര നമ്മൾ നട്ടിട്ടുണ്ട്, അതായി വരുന്നുണ്ട്. നമുക്കത് നാളത്തേക്കൊക്കെ സെറ്റാവുമെന്ന് തോന്നുന്നു. അടുത്തത് ഇവിടെ ഇഷ്ടം പോലുള്ളത് നമ്മുടെ കറിവേപ്പിലയാണ്. എവിടെ നോക്കിയാലും ഇതേ ഉള്ളൂ കറിവേപ്പില. അല്ല, പ്രാന്ത് പിടിച്ച പോലെ കിളിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതാണ്. ഒരു മൂട്ടിൽ തന്നെ 5-6 എണ്ണം ഒരുമിച്ച് കയറി കിളിച്ചേക്കുക. അതിലോട്ട് നമ്മുടെ കോവലിങ്ങനെ പടർന്ന് കയറിയിരിക്കുക. അതുകൊണ്ട് കോവലിന് വേറൊരു അധികമായിട്ട് സപ്പോർട്ടൊന്നും വേണ്ട. നമ്മളെല്ലാവർക്കും ഇങ്ങനെ പറിച്ചൊക്കെ കൊടുക്കാറുണ്ട്, ഒന്ന് ചോദിക്കുന്നവർക്കൊക്കെ കറിവേപ്പില. അടുത്തത് ഇത് അടുത്ത ടൈപ്പ് മുളകാണേ. ഇപ്പം ഇത് 3-ാമത്തെ ടൈപ്പ് മുളക്. ഇത് നമ്മുടെ കാന്താരി മുളകാണേ. ചിലത് പഴുത്ത് ഇപ്പോൾ ഉണ്ട്, ആയി വരുന്നതേ ഉള്ളൂ. ഒരു മഴയും കൂടെ കിട്ടുവാണെങ്കിൽ നല്ലപോലെ പൂവൊക്കെ ഇട്ട് കിളിക്കുമെന്ന് തോന്നുന്നു. അടുത്തത് മത്തനാണെന്ന് തോന്നുന്നു. ഇതെന്താ, ഇതൊരു കാ കിളിച്ചിട്ടില്ല, മത്തൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ഇത് അടുത്ത ടൈപ്പ് മുളകാണേ. ഇത് നമ്മുടെ ഉണ്ടമുളകാണെന്ന് തോന്നുന്നു, ഇതുവരെ കാ വന്നിട്ടില്ല. ഇത് ഇഞ്ചി കൃഷിയാണേ. ഇഞ്ചി നമ്മൾ നട്ടിട്ട് 1 വീക്ക് ആവുന്നതേ ഉള്ളൂ. അതിൻ്റെ പുറത്ത് ഓലയൊക്കെ എടുത്ത് ഇട്ടേക്കുന്നു. ഇതും ഇവിടെ ഇഞ്ചി കൃഷിയാണേ. അടുത്തത് ഇതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മീൻകറിക്കൊക്കെ ഇടുന്ന ടൈപ്പ് പുളിയാണേ. നമ്മുടെ വീട്ടാവശ്യത്തിന് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഈ പ്രാവശ്യം കുറച്ചേ കിളിച്ചിട്ടുള്ളൂ. ഇത് ഇനിയും പഴുക്കുമ്പോൾ നല്ല മഞ്ഞ കളറാവും. അപ്പം ഇത് പൊട്ടിച്ച് നമ്മൾ അതിനകത്ത് കുരുവൊക്കെ കളഞ്ഞ് ഉണക്കാനിടും. എന്നിട്ട് ഉണങ്ങി ഒരു ബ്ലാക്ക് കളറൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് നല്ലെണ്ണയൊക്കെ തേച്ച് അതിനെ മയക്കിയെടുക്കും. എന്നിട്ട് 1 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവേ. അടുത്തത് ഇതാണ്. ഇതിൻ്റെ തണ്ട് നമ്മൾ തോരനൊക്കെ വെക്കാൻ ഉപയോഗിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, വെച്ച് നോക്കണം. അടുത്തത് വീണ്ടും തക്കാളിയാണ്. ഇതിനകത്ത് ആയിട്ടില്ല, ഇതിനകത്ത് പൂവൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്, ആവുമായിരിക്കും, പെട്ടെന്നാവട്ടെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമുക്കിന്ന് കിട്ടിയത് ഇത്രയാണ്. കുറച്ച് പയർ, കുറച്ചധികം കോവയ്ക്ക, പിന്നെ ഉണ്ടമുളക്, നീളൻ മുളക്, അതായത് പച്ചമുളക്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഇനി തക്കാളിയൊക്കെ ആവുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കറിക്കിടാൻ വേണ്ടി ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.